ഇഹ്തികാഫ് ഇരിക്കുന്ന സ്ഥലം വഖഫ് ചെയ്യണം എന്ന് പറയുന്നു. ചില നിസ്കാര സ്ഥലങ്ങളിൽ ഇരുന്നാൽ അത് കാരണം ഇഹ്തികാഫിൻ്റെ കൂലി കിട്ടില്ല. അപ്പോൾ എന്താണ് ഈ വഖഫ്? ചോദിച്ചിരിക്കുന്നത് അനീഷ് മുഹമ്മദാണ്, ആറാലുംമൂട് നിന്ന്. വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം, ഇതിൽ നിൽക്കുന്ന ഈ 4 ചുവരുകളുള്ള ഈ പള്ളി, ആ വസ്തുവിൻ്റെ, ആ പള്ളിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഇത് ഞാൻ അള്ളാഹുവിന് വേണ്ടി തന്നിരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയലാണ് വഖഫ്. അങ്ങനെ പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി കൊടുത്ത സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അവിടെയാണ് ഇഅ്തികാഫിൻ്റെ പൂർണ്ണമായ പ്രതിഫലവും കൂലിയും നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത്, നിസ്കരിക്കാൻ വേണ്ടി സൗകര്യമൊരുക്കി ഏതെങ്കിലും നാട്ടിലെ റോഡ് സൈഡിലുള്ള ചെറിയ സ്ഥലങ്ങൾ, അവിടെയൊന്നും ഇഅ്തികാഫിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടൂല. പക്ഷേ അവിടെയൊക്കെ ഇരുന്ന് അമൽ ചെയ്യുന്നതിന് കൂലി കിട്ടും. അവിടെ ഇരുന്ന് ഖുർആൻ ഓതി, അവിടെ ഇരുന്ന് നിസ്കരിച്ചു, അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി, അതിൻ്റെ കൂലി കിട്ടും. ഇഅ്തികാഫിന് പ്രത്യേക കൂലിയാണ്. നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല, അല്ലെങ്കിൽ നവൈത്തുൽ ഇഅ്തികാഫ മാ ദുംതു ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന് നിയ്യത്ത് ചെയ്ത് ഇരിക്കുമ്പോൾ ആ ഇരുത്തത്തിന് പ്രത്യേക കൂലിയാണ്. അത് പ്രത്യേക സുന്നത്തുമാണ് റമദാൻ്റെ അവസാന 10 പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് കൊടുത്ത, അള്ളാഹുവിന് വേണ്ടി വഖഫാക്കിയിരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത സ്ഥലത്തും ആ പള്ളിയിലുമാണ് നമ്മൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അതാണ് വഖഫ് എന്ന് പറയുന്നത്.